അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള പ്രേക്ഷകരെ, നിങ്ങൾ 4 ദിവസമായി വിവിധ ട്രാവൽസ് എന്നിവരിന്റെ കോർഡിനേഷനിലായി വിയറ്റ്നാം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 18 മിക പ്രമുഖരായ വ്യക്തിത്വങ്ങളുടെ ഒരു കൂട്ടമാണ് ഞങ്ങളുടെ യാത്രാ സംഘം. വിയറ്റ്നാമിന്റെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന പ്രദേശങ്ങളും സ്ഥലങ്ങളുമൊക്കെ ഞങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കിടയിൽ സന്ദർശിക്കുകയുണ്ടായി. ഇന്ന് വളരെ ചരിത്ര പ്രസിദ്ധമായ സൂചി ടണലിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതായത് അമേരിക്ക ലോകത്തൊരു ശക്തിയോട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിയറ്റ്നാമിനോട് മാത്രമാണെന്ന് അതിന്റെ രേഖാമൂലം ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ യാത്രയിലെ വളരെ സവിശേഷത. ഏറെക്കുറെ അരനൂറ്റാണ്ട് മുമ്പ് 1973 വരെ നീണ്ടുനിന്ന സുദീർഘമായ അമേരിക്കൻ പടക്കെതിരെയുള്ള വിയറ്റ്നാംകാരുടെ വളരെ തന്ത്രപരമായ ആ പ്രതിരോധത്തിന്റെയും ആ നേരിടലിന്റെയും ചിത്രങ്ങൾ ഞങ്ങൾ വളരെ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും വീക്ഷിക്കുകയുണ്ടായി. ഒരു കുറുക്കന് പോലും നുഴഞ്ഞു കയറാൻ സൗകര്യമില്ലാത്ത അത്രയും ചെറിയ ടണലിലൂടെ കടന്ന് ഭൂഗർഭ പാതയിലൂടെ സഞ്ചരിച്ച് അവിടെ അമേരിക്കൻ സേനയെ നേരിടാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും അവർ ആവിഷ്കരിച്ച് പലതരം കെണികളും വെച്ച് ഭൂമിക്ക് മുകളിലൂടെ നടന്നു പോകുമ്പോൾ ചെവിട്ടിയാൽ അടിയിലേക്ക് വീഴും, വീണാൽ കൂർപ്പിച്ച മുളകളുടെ മുകളിലാണ് വീഴുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഏക്കറുകളോളം പരന്നു കിടക്കുന്ന വിശാലമായ സ്ഥലങ്ങളിൽ മണിക്കൂറുകളോളം സഞ്ചരിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമായും മുഴുവനുമായും നമുക്ക് കാണാൻ കഴിയൂ. അത്രയും വലിയ ഒരു ചരിത്രത്തിന്റെ കലവറയാണ് ഈ പറഞ്ഞ ടണലിലുള്ള പ്രദേശം. ശരിക്കു പറഞ്ഞാൽ 200 കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന ടണൽ. ഇന്നിപ്പോൾ ആ ടണലിന്റെ അവശിഷ്ടങ്ങളാണുള്ളത്. ഭൂഗർഭപാതകൾ പലതും അടഞ്ഞിരിക്കും. പക്ഷെ എന്നാലും ഇതും അതിന്റെയൊക്കെ പല ഡമകളും അതിന്റെ ആയുധ നിർമ്മാണങ്ങളും അതുപോലെ അമേരിക്കയുടെ പൊട്ടിപ്പൊളിഞ്ഞ ടാങ്കുകളും അതുപോലെ മറ്റു ആയുധങ്ങളും അതുപോലെ ആ കാലഘട്ടത്തിലുള്ള അമേരിക്കയുടെയും റഷ്യയുടെയും വിയറ്റ്നാമിന്റെയും ഒക്കെ ഓരോ ആയുധങ്ങളും തോക്കുകളും വെപ്പൺസുകളും ഒക്കെ അവിടെ കാണുമ്പോൾ ഒരു പൂർവകാല യുദ്ധത്തിന്റെ സ്മരണകളാണ് നമുക്ക് തികട്ടി വരുന്നത്. അതോടൊപ്പം സാഹസികമായി ഈ വിയറ്റ്നാംകാർ നേരിട്ട വിയറ്റ്നാം 2ആയി വിഭജിക്കപ്പെട്ടിരുന്നു. ഒന്ന് തെക്കൻ വിയറ്റ്നാം, മറ്റൊന്ന് വടക്കൻ വിയറ്റ്നാം. ഈ വടക്കൻ വിയറ്റ്നാമിൽ അവിടെ ആയിരുന്നു യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ആധിപത്യം ഉണ്ടായിരുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിനെതിരെ കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടെ ദക്ഷിണ യമനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ ഈ യുദ്ധത്തിൽ ഈ ഒളിപ്പോര് ഭടന്മാർ ഭൂമിക്കടിയിൽ നിന്നും ഗർത്തങ്ങളിൽ നിന്നും അഗാധ ടണലുകളിൽ നിന്നും അവരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവസാനം ലോകമഹാശക്തിയായ അമേരിക്ക തോറ്റോടിയ ഒരു ചരിത്രമാണ് ലോകത്തിന്റെ മുന്നിൽ നമുക്ക് ഈ വിയറ്റ്നാം പഠിപ്പിച്ചത്. അൽഹംദുലില്ലാഹ്, വിയറ്റ്നാമിന്റെ ഇന്നത്തെ ചരിത്രം, മുസ്ലിം ചരിത്രം പറയുമ്പോൾ വളരെ ശുഷ്കിച്ച ഒരു മുസ്ലിം സമൂഹമാണ് ഇവിടെയുള്ളത്. നമ്മൾ പല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് വളരെയധികം നഷ്ടബോധം തോന്നാറുണ്ട്. പ്രത്യേകിച്ചും ഉസ്ബെക്കിസ്ഥാൻ, ആദർബൈജാൻ, ചൈന തുടങ്ങിയ പല പ്രദേശങ്ങളും. അവിടെയൊക്കെ നമ്മുടെ പല പള്ളികളും നമ്മുടെ പല മദ്രസകളും ഒക്കെ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലുള്ള കാര്യമായ കാഴ്ച വസ്തുക്കൾ ഒക്കെ നമ്മുടെ മദ്രസകളാണ്. പക്ഷെ ഇന്ന് ഈ വിയറ്റ്നാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിപുലമായ ഒരു ഇസ്ലാമിക വ്യാപനമോ അതല്ലെങ്കിൽ അവർക്കൊരു പെർസെന്റ് പോലുമുള്ള ജനങ്ങളോട് ഉണ്ടാകാത്തത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രദേശമല്ല വിയറ്റ്നാം. 10 കോടി ജനങ്ങളാണ് ഇന്ന് വിയറ്റ്നാമിലുള്ളത്. അതിൽ മുസ്ലിം ജനസംഖ്യ 1 ലക്ഷത്തോളമാണ്. മൊത്തം വിയറ്റ്നാമിൽ 60-ന്റെയും 80-ന്റെയും ഇടയിൽ പള്ളികളാണുള്ളത്. അതില് ചില പള്ളികളൊക്കെ ഞങ്ങൾ കാണുകയും നിസ്കരിക്കുകയും ചെയ്തു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ പള്ളികളിലുള്ളൂ. കാരണം ജനസംഖ്യയും വളരെ കുറവാണ്. മുസ്ലിം പോപ്പുലേഷന്റെ സ്പ്രെഡായി പല ഭാഗത്ത് കടന്നതുകൊണ്ട് അങ്ങനെ ഒരു വലിയ യൂണിറ്റി ഒന്നുമില്ല. പിന്നെ
മതപഠനത്തിന് ചില ഒന്ന് രണ്ട് പള്ളികളിലൊക്കെ ചില കുട്ടികളെ പഠിപ്പിക്കുന്ന സംവിധാനമുണ്ട്. ഉപരിപഠനത്തിനായി ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് മലേഷ്യയിലേക്കാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകളാണ്, മതനിരപേക്ഷരാണെങ്കിലും ബുദ്ധമതത്തിന്റെ ആ ഒരു സ്വാധീനമാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ സിനഗോഗുകളും അവരുടെ ആരാധനാലയങ്ങളുമാണ് ഇവിടെ ധാരാളം കാണാനിരിക്കുന്നത്. അതുപോലെ ഫ്രഞ്ചുകാരുടെ ഒരു ആധിപത്യം ഇവിടെ വർഷങ്ങളായി ഉണ്ടായതുകൊണ്ട്, നേപ്പാളിയന്റെ ഒക്കെ ആധിപത്യങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യൻ കത്തോലിക്സിനും ഒരു ചെറിയ ശതമാനമുണ്ട്. അവർ 20% ഇവിടെ ഉണ്ട് എന്നാണ് ഇവിടുത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുസ്ലിങ്ങൾ 1% പോലും ഇല്ല. കണക്കൂട്ടിയാൽ അറിയില്ല, 10 കോടിയിൽ 1 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ശതമാനം. അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഇവിടെ ചില മുസ്ലിം പോക്കറ്റുകളും ചില ഹലാൽ കടകളും ഒക്കെ ചില പള്ളിയോട് അനുബന്ധിച്ചുകൊണ്ടുണ്ട് എന്നത് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ 4 ദിവസത്തെ യാത്ര വിരാമം കുറിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് അനുഭൂതികളും സമ്മാനിച്ച ഈ യാത്രാ വിശേഷങ്ങൾ മാന്യ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.